ഇവിടെ എന്താ ടോളുണ്ടോ? ഹലോ, എന്താ എന്തിനാ ഈ ചരക്ക് ഞാൻ എത്തിച്ചോളാം. അത് ശരിയാവില്ല. ഞങ്ങളൊന്ന് ലൈഫ് പ്ലാൻ ചെയ്യട്ടെ. എന്റെ ലൈഫിന്റെ പ്ലാൻ പോവും. ഇങ്ങോട്ട് വന്നേ, ഞാൻ പറഞ്ഞുതരാം. എന്താ കാണിക്കണേ? ഞാൻ വെളുത്തില്ലേടി, പോയില്ലേ? ഞാനൊന്ന് പറയട്ടെ. ഹിറ്റ്ലർ മാതാവുട്ടി കുഞ്ഞുജോലി പേടിച്ചിട്ടൊന്നുമില്ല. ഞാനൊന്നും ചെയ്യാറില്ല, നീയും ചെയ്യണം കേട്ടോ. എന്താടാ ഇവിടെ? വേണ്ട വേണ്ടെന്ന് പലതവണ പറഞ്ഞ ഇത്രയും വലിയ കമ്പി കഷ്ണം കാണിച്ച് പേടിപ്പിച്ചു. സത്യമായിട്ടും പേടിച്ചിട്ടാ. എന്താ നിനക്കെന്താടാ വട്ട് പിടിച്ചോ? എത്ര നേരമാടാ മാർക്കറ്റ് കാത്തിരിക്കുന്നേ? നീ ഇവിടെ നിന്ന് വട്ട് കളിക്കാ? അല്ല, ഞാൻ അത് പിന്നെ ഈ മൊത്തത്തിൽ പാടം പൂത്ത് വെക്കുന്ന കണ്ടപ്പം ഈ തണലത്ത് മൂത്രമൊഴിക്കാൻ മുട്ടിയപ്പം ഈ ചൂടാണല്ലോ, അതുകൊണ്ടാ. ഇത് ഞാൻ കൊണ്ടുപോയിക്കോളാം. നീ ചൂട് മാറിയിട്ട് ബൈക്കുമായിട്ട് കടയിലേക്ക് ഇല്ലേ? ശരി. എന്താ അത് പറ്റില്ല, അത് പറ്റില്ല. എനിക്ക് ബൈക്ക് ഓടിക്കാൻ അറിയില്ലല്ലോ. വേണ്ട, ബൈക്ക് ഇവിടെ ഇരിക്കട്ടെ. നീ നടന്നു നോക്കോ, പപ്പം വന്ന് എടുത്തോളൂ. അവന്റെ ഭാഗ്യം, ഒരു യുദ്ധൊഴിവായി. പോയോ? മനുഷ്യന്റെ ജീവൻ പോയി. അത് കുഴപ്പമില്ല, കളിയന്റെ ഒരു തമാശയല്ലേ. വാ കേറ്. ശരിയാ, വേഗം പോകാം. നിന്നോടല്ല, ഇവളോട്. ഇതെവിടെ കൊണ്ടുപോകണു? നിനക്കറിയില്ല ഓടിക്കാൻ. എനിക്ക് ഓടിക്കാൻ അറിയാം. ആണോ? ഭയങ്കര ഓടപടിക്കടി. അല്ല, ഞാനൊന്ന് പറഞ്ഞോണ്ട് കൊണ്ടുപോകണു. ഈശ്വര, ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സുന്ദരി സുന്ദരി ഒന്നിറങ്ങി വാ, നാളെ താലിമംഗളം. അനിക്കൂട്ടെ, നീ പാട്ട് പാടിയിട്ടാണോടാ എരുമയെ കറക്കുന്നത്? കറക്കുന്നത് എരുമയെ അല്ലല്ലോ, പിന്നെ ഗോമാതാവിനെ. വായി നോക്കി നിൽക്കാതെ കറക്കാൻ നോക്കടാ. ഒന്ന് കറന്നു നോക്കുന്നോ? ആരോഗ്യത്തിന് നല്ലതാ. എന്റെ ആരോഗ്യം ഞാൻ നോക്കിക്കോളാം. നീ നിന്റെ ജോലി ചെയ്താ മതി. പപ്പ, നാളെ ശ്വേതയെ പെണ്ണ് കാണാൻ കുറച്ചുപേര് വരുന്നുണ്ട്. നീ അവരെ ടൗണിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരണം. അയ്യേ, എന്തിനാ പപ്പനെ ബുദ്ധിമുട്ടിക്കുന്നത്? അക്കരെ ഞാനേറ്റളിയാ, നമ്മൾ കലക്കും. നീ എന്താ വിളിച്ചേ? പേടിച്ചാ പിന്നെ ഞാൻ എന്റെ അച്ഛനെ പോലും അളിയാന്നാ വിളിക്കുന്നത്. അഭ്യാസം എടുക്കണ്ട, നിന്റെ തമാശ കുറച്ച് കൂടുന്നുണ്ട്. വായി തോന്നിയത് വിളിച്ച് കൂവിയാണ്ടല്ലോ. എടാ ഹരി, നമ്മുടെ അച്ഛന്റെ കല്യാണം മുടക്കിയത് നീ മറന്നു അല്ലേ? നിന്നെ ഞാൻ ഓർമ്മിപ്പിക്കടാ. കഴിഞ്ഞില്ലേടാ ഇതുവരെ? ഒന്ന് വേഗം വരുവോ? നീയും വാ. ഈ ടർബൻ തലയെ കെട്ടിയിട്ട് 5 മിനിറ്റിൽ 5ാമത്തെ തവണ മൂത്രമൊഴിക്കണേ. എന്നാ പിന്നെ അഴിച്ച് സ്ഥലം മാറ്റിക്കെട്ട്. പറയുന്ന കേട്ടാത്തൊന്ന് യുവമാരുടെ മൂത്രസഞ്ചി തലയിലായിരിക്കുന്നതെന്ന്. അല്ല പിന്നെ ടെൻഷൻ അടിച്ചിട്ടാടേ. സത്യം, ഈ ആൾമാറാട്ടം നടത്തുന്നവരെ സമ്മതിക്കണം. ചോദിച്ചിട്ട് പോയിടാ പണ്ടാറം. എനിക്കും എന്തായാലും രണ്ടിനും സിക്കുകാരുടെ ലുക്കുണ്ട്. എന്റെ പൊന്ന് ദൈവമേ, ലോകത്ത് ഒരു സിക്കുകാരന് ഇത്രയും ഓഞ്ഞ ലുക്ക് കൊടുക്കരുതേ. പരമ കഷ്ടം. ഈ സെന്റി അടിച്ചിട്ട് ഏറ്റില്ലെങ്കിൽ ഈ കുപ്പി എടുത്ത് കാണിക്കണം. വിഷമാണ്. നിങ്ങൾ ഈ കല്യാണത്തിന് സമ്മതിച്ചാൽ ഞാൻ ഈ വിഷം കഴിച്ച് ഇവിടെ ഈ വീട്ടിൽ തൂങ്ങിച്ചാകും. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞേക്കണം. ഹലോ, ഇതുപോലെ മിതമായിട്ട് ചെയ്യണം, ഓവർ ആക്കരുത്. അതെ, ഇവനിത് ഓവറാക്കും. അതല്ലടാ, ഇതൊക്കെ വിശ്വസിക്കുവോ? പിന്നെ വിശ്വസിച്ചിട്ടുണ്ട്. ആണോ? അതൊക്കെ പോട്ടെ. എന്താ നിങ്ങളുടെയൊക്കെ പേര്? ഞാൻ കാർത്തി. ഞാൻ പപ്പൻ. ഇത് സുശീലൻ അല്ലേ? ഓ, ചളവാക്കും. ഇത് വിനു സിംഗ്, ഇത് സുഗു സിംഗ്. ഈ വിനു സിംഗും സുഗു സിംഗും നല്ല പച്ച മലയാളം പോലെങ്കിൽ പഞ്ചാബി പറഞ്ഞാൽ മതി.
പച്ച മലയാളം പോലൊന്നും പഞ്ചാബി പറയാൻ പറ്റില്ല. സത്യമായിട്ട് എനിക്ക് അറിയില്ല കേട്ടോ. ഈടാ നല്ല പച്ച പഞ്ചാബി. അതെങ്ങനെ? ഡേയ്, ഞാൻ പറഞ്ഞു തരാം. വെരി സിമ്പിൾ. അതായത് മറ്റേ ഈ പറഞ്ഞോളൂ. മറ്റേ ഇതല്ലടാ. ഇതോ ഏത്? ഡേയ്, നീയൊക്കെ ലോകത്തുള്ള ഏത് മലയാളം ഭാഷ വേണോ പറഞ്ഞോ. മല്ലുവിന്റെ പെങ്ങൾ ശ്വേതയുടെ കല്യാണം നമുക്ക് മുടങ്ങി കിട്ടണം. അത്രേ അത്രേ ഉള്ളൂ. ഉള്ളൂ. അങ്ങോട്ട് കേറിക്കേ. കേട്ടെ എനിക്കും ഭ്രാന്താവും. അല്ല ഇപ്പൊ തന്നെ പോണം, ഒന്നുകൂടെ ആലോചിച്ചിട്ട്. എങ്ങനെയെങ്കിലും ആലോചന മുടക്കാൻ ആവശ്യമുള്ള എല്ലാ ഗിയറും ഉണ്ട്. പോകാം. ദൈവമേ, സുബു സിംഗിനെ മിനു സിംഗിനെ കാത്തോണേ. മോനെ നിക്ക്, ഞാൻ പറയട്ടെ. എനിക്കറിയാം ഈ കല്യാണം കളിക്കുന്നത് അവനാ. മോനെ അമ്മ ഇതിൽ ഇടപെടണ്ട. നല്ല സഹകരണം. പപ്പ, എനിക്കറിയണം കാർത്തിയാണോ അവിടെ ചെന്ന് ശ്വേതയുടെ കല്യാണം നടന്ന ആത്മഹത്യ എന്ന് പറഞ്ഞത്? അയ്യോ, കാർത്തിയൊന്നുമല്ല. ഇത് രണ്ട് സിക്കാരാ, ഒരു വിനു സിംഗും ഒരു സുഗു സിംഗും. അത് നിനക്കെങ്ങനെ അറിയാം? അത് പിന്നെ ഈ പോയവർക്ക് രണ്ടുപേർക്കും തലയില് പോയവര് സിക്കാരാ. ഞാൻ അവരോട് പറഞ്ഞത്. ഞാൻ അന്വേഷിച്ചു. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. വാ. നിന്നെ കൊണ്ട് ഞാൻ എടാ, ഇങ്ങോട്ട് വന്നേ. ഞാനെന്തിനാ വരുന്നത്? എടാ നീ എന്റെ ചതയ നക്ഷത്രം ഒന്ന് വായിച്ചേ. ചതയോ? ചതയം. ധനനഷ്ടം, മാനഹാനി, ബന്ധുജനങ്ങളുടെ അപ്രീതി, ഉദരരോഗം, മൂലക്കുരു, രക്താർബുദം എന്നീ വ്യാധികൾക്ക് സാധ്യത. ഇതിനേക്കാളും ഇവര് മരിക്കുമെന്ന് എഴുതിയാ പോരാ. വെള്ളി ശനി ദിവസങ്ങൾ ഉത്തമം ആയി കാണുന്നില്ല. ഇന്ന് ഏതാ ദിവസം? ശനി. ഔ ആറ്റിങ്ങൽ രാമകൃഷ്ണന് തെറ്റില്ല മോനെ. ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. ശനി കൊണ്ടേ പോവും. ആര് കൊള്ളും? ഞാൻ തന്നെ കൊള്ളും. സുശീല, എന്നെ ആരോ വിളിച്ചു. പപ്പ, എന്തോ ചങ്കൂറ്റം ഇല്ലാത്ത ഏതോ ഒരു നാറി എന്റെ പെങ്ങടെ കല്യാണം മുടക്കി. അവന്റെ അമ്മൂമ്മയുടെ ഒരു ഫാൻസി ഡ്രസ് ഏത് ഇരുട്ടത്തൊളിച്ചാലും ഒരു ദിവസം എനിക്ക് അവനെ വെളിച്ചത്ത് കിട്ടും. കിട്ടും കിട്ടും. കണക്ക് തീർക്കുകയും ചെയ്യും. കണക്ക് തീർക്കാമെന്നാണോ? അതേന്ന് പറടാ. അതേന്ന് കൂട്ടിക്കും. ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ കണക്കോട് ചേർത്ത് 14,343 രൂപ. ബാക്കി 2 ദിവസത്തിനുള്ളിൽ തരാം. അവൻ 2 ദിവസത്തിനുള്ളിൽ ബാക്കി തന്നേക്കാന്ന് പറഞ്ഞു. നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുള്ളതാ ഞാൻ, തമാശ എന്റെ പെങ്ങളോട് വേണ്ടാന്ന്. ഇനിയൊരു ഓർമ്മപ്പെടുത്തൽ ഉണ്ടാവില്ല. ഇനി ഒരു ഓർമ്മപ്പെടുത്തൽ ഉണ്ടാവില്ല. സ്വന്തം തന്തയ്ക്കും തള്ളയ്ക്കും ഇല്ലാത്ത വിഷമം എന്തിനാണോ ഈ ഡ്യൂപ്ലിക്കേറ്റ് ചേട്ടന്?